ഡിബേറ്റ് വിത്ത് മാധു സജി. പട്നയിൽ ഗാന്ധി മൈതാനിയിൽ നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്തത് 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ്. ഡാക് ബംഗ്ലാവിലും അശോക് രാജ്പത്തിലും രാംഗുലാം ചൌക്കിലും പ്രതിഷേധമാളി കത്തി. വിദ്യാർത്ഥികളും പോലീസുകാർക്കും പരിക്കേറ്റു. ഗാന്ധി മൈതാനിക്ക് സമീപത്ത് വെച്ചാണ് പോലീസ് കോൺസ്റ്റബിൾ അഭിഷേക് പട്ടേൽ വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 ഉപയോഗിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെ AK-47 ഉപയോഗിക്കാൻ ആരാണ് അയാൾക്ക് അനുമതി നൽകിയത്? AK-47 അടക്കം മിലിറ്ററി ഗ്രേഡ് ആയുധങ്ങൾ സമരരംഗത്തേക്ക് പോലീസ് എത്തിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കാനാണോ? എത്ര തോക്കുകൾ കൊണ്ടുവന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചോദ്യങ്ങൾ ആരോട് ചോദിക്കും? പ്രതിപക്ഷത്തെ മിണ്ടാൻ അനുവദിക്കാത്ത പാർലമെന്റിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റാ വീഡിയോകളിലും ചോദ്യത്തിനിടവില്ല. പേപ്പർ ലീക്ക് ബില്ല് കൊണ്ട് ഒട്ടയടയ്ക്കാനാണ് ശ്രമം. ദില്ലിയിലും പാട്നയിലും അടക്കം വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്തിയ പോലീസ് നടപടിയിൽ കേന്ദ്രത്തിന് മിണ്ടാട്ടമില്ല. കേസെടുക്കില്ല എന്ന് പറഞ്ഞ് വഞ്ചിച്ചുവെന്ന് CJP ഇന്ന് വാർത്താസമ്മേളനത്തിൽ ആരോപിക്കുന്നുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലേ? CPM-ൽ ശ്രീ ജോൺ ബ്രിട്ടാസ് MP, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, വലത് നിരീക്ഷകൻ ശ്രീ AK അനുരാജ്, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, സാമൂഹ്യ നിരീക്ഷകൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിലുള്ളത്. ശ്രീ ഹരീഷ് വാസുദേവൻ, എന്താണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്? പാർലമെന്റിൽ ചർച്ചയില്ല. ഈ ബില്ലിൽ ചർച്ച വേണമെന്നുള്ളതല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഈ ബില്ല് കൊണ്ടുവരുമെന്നുള്ളത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു സമവായ ഉപാധിയാണ്. ആ ബില്ലിലാകണം ചർച്ച. അതുവരെയും ഇവിടെ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന പോലീസ് അതിക്രമം അടക്കമുള്ള ഒരു പ്രശ്നങ്ങളിലും ചർച്ച വേണ്ടതില്ല. ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് പിരിഞ്ഞു കളയും എന്ന നിലപാട് എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമാകുന്നത്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മൾ പാഠപുസ്തകത്തിലും മറ്റും പഠിപ്പിക്കുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ അതിൻ്റെ ജനാധിപത്യപരത ഓരോ പില്ലറുകളിൽ നിന്ന് ചോർത്തിക്കളയുന്നത് നമ്മൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ ഒരു വലിയ പ്രശ്നമായിട്ട് ജനാധിപത്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോഴും അതിനേക്കാൾ എത്രയോ മോശം സ്ഥിതിയിലേക്കാണ് ഇന്ത്യ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എന്തെങ്കിലും തരത്തിലുള്ള മുൻവിധി വെച്ചുകൊണ്ടല്ല, നമ്മൾ വെറുതെ വസ്തുത മാത്രം പരിശോധിച്ചാൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അവരുടെ ഏകാധിപത്യ സ്വഭാവം, സെൻട്രലൈസേഷൻ ഓഫ് പവർ, ഈ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ദുരുപയോഗം, അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻ്റ് ആയാലും അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസികളുടെ ദുരുപയോഗമായാലും അവർ കോടതിയിൽ നിന്ന് നേരിട്ട അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായാലും ഇതെല്ലാം പരിശോധിച്ചാൽ CAA NRC സമരം മുതൽ ഇങ്ങോട്ട്, കർഷക സമരം മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട സമരങ്ങളിലെല്ലാം തന്നെ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ള സർക്കാർ സംവിധാനം അമ്പേ പരാജയമാണ് എന്ന് നമുക്ക് കാണാം. അത് ചോദ്യം ചെയ്തു പോകേണ്ട മറ്റൊരു ഫോറം കോടതിയാണ്. പാർലമെന്റാണ് ആദ്യം. പാർലമെന്റിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല. പാർലമെന്റിന്റെ എണ്ണം കൂടുന്ന ദിവസങ്ങളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുന്നു. ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എത്ര ദിവസം നിങ്ങൾ പാർലമെന്റ് ചർച്ചയ്ക്കായി തുറന്നിടുന്നുണ്ട് എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുന്നു. ചർച്ചകൾ തുലോം കുറവായി മാറുന്നു. അതിനുശേഷം ജുഡീഷ്യറിയിലേക്ക് പോയാൽ അവിടെയും സർക്കാരിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിന് പുറത്ത് ഈ രാജ്യത്ത് ഒരു ചർച്ചയും ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നമുക്ക് ഒരു പത്രസമ്മേളനങ്ങളിലും കാണാൻ കഴിയില്ല. ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ ഇത്രയേറെ ജനാധിപത്യത്തോട് മുഖം തിരിച്ച, ചോദ്യങ്ങളോട് മുഖം തിരിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലോ വിദേശത്തോ ഒരു ചോദ്യങ്ങളും അദ്ദേഹം നേരിടുന്നില്ല. അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നു, മൻ കി ബാത്തിലൂടെ നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത ഘട്ടമാണ് രാജ്യത്തൊരു പ്രതിസന്ധി ഉണ്ട് എന്ന ആളുകൾ പറയുകയും അവർ തെരുവിലിറങ്ങുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അവിടെയും ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. ആരാണ് വരുന്നത്? നദ്ദയെ പോലെയുള്ള പാർട്ടി നേതാക്കൾ മാത്രമാണ് ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. നോക്കൂ, നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ ജനപ്രതിനിധികളാണ്. ഒരു സാധാരണ MP ആണ് ആത്യന്തികമായും നമ്മുടെ പ്രധാനമന്ത്രി. അതിനുശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി മാറുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളോടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ച ചെയ്യുക എന്ന് പറയുന്നതാണ് ജനാധിപത്യം. ആ അടിസ്ഥാനം ജനാധിപത്യത്തിന്റെ ആർട്ടിക്കിൾ 14 19 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 19 21 ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ, ആളുകൾക്ക് തുല്യതയ്ക്കുള്ള സ്വാതന്ത്ര്യം പോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്തിനാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ബഹളം വെച്ചോളൂ, ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്നതിനാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അല്ല. അവിടെ
സമ്പുഷ്ടമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക്, ഒരു തരത്തിലുള്ള ഡയലോഗിനും പാർലമെന്റിനകത്തോ പുറത്തോ ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം അതിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതാണ്. അത് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മൾ അതിൻ്റെ ഒരു നാൾവഴി പരിശോധിച്ചാൽ ഓരോ ഈ പാർലമെന്റിന്റെ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ഇത് കാണാൻ കഴിയും. ഞാൻ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഘട്ടത്തിലുള്ള ചർച്ച ഞാൻ അവസാനിപ്പിക്കാം. AICTE, CBSE എന്നീ 2 സ്ഥാപനങ്ങൾ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഈ രാജ്യത്തെ പരീക്ഷകൾ നടത്തിയിരുന്ന ഒരു രാജ്യമാണിത്. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന 2 സ്ഥാപനങ്ങളാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഉത്തരവാദിത്തം നിർവഹിച്ച 2 സ്ഥാപനങ്ങളെ മാറ്റിയിട്ട് ഈ സർക്കാർ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ കൊണ്ടുവന്നതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു സൊസൈറ്റിയാണ്. ഇതിന് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഇത് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട്, പ്രതിപക്ഷം പറയാൻ തുടങ്ങിയിട്ട് 8 വർഷത്തിലധികമായി. എന്നിട്ട് ആ പ്രതിപക്ഷത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് ഡിസ്കോഴ്സ് നിങ്ങൾക്ക് കാണാനാവില്ല. നിങ്ങൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ജീവിക്കുന്ന ഒരു ഉയർന്ന പൗരനാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു മാധ്യമപ്രവർത്തകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണല്ലോ ഇന്ത്യയുടെ ജനാധിപത്യത്തെ പറ്റി നോക്കുക, അല്ലേ? ശരി, ഇങ്ങനെ ഒരു വിഷയം ഉന്നായി വരുമ്പോൾ എന്താണ് സർക്കാരിന് പറയാനുള്ളത്, എന്താണ് അതിന് ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് പറയാനുള്ളത് നോക്കിയിട്ടാണല്ലോ നമ്മൾ അതിൽ ജനാധിപത്യം എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കുക. ഇന്ത്യയിൽ അങ്ങനെ പബ്ലിക് ഡിസ്കോഴ്സിൽ പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ട സർക്കാരോ നടത്തിയ ഒരു ചർച്ചയുമില്ല എന്ന് കാണാം. പകരം ഈ മെറിറ്റിലുള്ള ചർച്ച ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ടൂളുകൾ ലഭ്യമാണ്. അത് ടുക്കഡെ ഗ്യാങ് എന്ന പേരിലോ, പാകിസ്ഥാനിലേക്ക് പോകൂ അല്ലെങ്കിൽ അത്തരം വിദേശ താല്പര്യങ്ങളുള്ള ആളുകളാണെന്ന പേരിലോ, വിദേശ ഫണ്ട് വാങ്ങിക്കുന്ന ആളുകളാണ്, മുസ്ലിങ്ങളാണ് തുടങ്ങിയുള്ള നറേറ്റീവ്, അതായത് മെറിറ്റിൽ ചർച്ച ഒഴിവാക്കാൻ എന്തൊക്കെ നറേറ്റീവുകൾ ആവശ്യമാണോ അത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം തന്നെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതിന് കുടപിടിക്കുന്ന ഒരു വലിയ മാധ്യമ സമൂഹത്തെയും ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെറിറ്റിൽ ചർച്ചയില്ല. മെറിറ്റിനെയാണ് ഇവർ ഭയപ്പെടുന്നത്, ചർച്ചയാണ് ഇവർ ഭയപ്പെടുന്നത്. അടിസ്ഥാനപരമായി അത് ജനാധിപത്യത്തിനെതിരാണ്. ശരി, ശ്രീ AK അനുരാജ്, ശരി, ജനാധിപത്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് പെരുമാറാൻ സാധ്യമായത് എന്നൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രതീതി ഉണ്ടാക്കി വെക്കുന്നു. പക്ഷേ പോലീസ് എന്ന് പറയുന്ന ഒരു മിഷനറി ഉണ്ടല്ലോ, അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ്. എങ്ങനെയാണ് പറ്റ്നയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 എടുത്ത് പെരുമാറാൻ കഴിയുന്നത്? ആരാണ് അതിന് അധികാരം കൊടുക്കുന്നത്? അതൊരു മിലിറ്ററി ഗ്രേഡ് വെപ്പണാണ്. എങ്ങനെയാണ് ജനങ്ങൾക്ക് നേരെ അത് ഉപയോഗിക്കുക? അല്ല, ഈ പോലീസിംഗിൽ ഉണ്ടാകുന്ന വീഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ അതിനകത്ത് എന്താണ്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു തോക്ക് AK-47 തോക്ക് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇനി എന്താണ് അതിൽ സംഭവിച്ചതെന്ന് ഇനി അന്വേഷിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് ഇത് നേരത്തെ എന്താ സംഭവിച്ചതിനെ കുറിച്ചുള്ള വിവരം എനിക്കില്ല. പിന്നെ ഈ സംവിധാനം നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ച്. അപ്പോഴും നമ്മൾ പറഞ്ഞു, അതായത് ഞാൻ എനിക്ക് ഇന്നലെയും പറയാനുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇന്നലെ ഇപ്പോൾ CJP ഇന്നലെ ഇതിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്ത ഞാനല്ലാത്ത മറ്റു ചിലരോട് പറഞ്ഞു, അതായത് CJPക്ക് ഈ വിഷയത്തിൽ പരാതിയില്ല, അതുകൊണ്ട് ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നിപ്പോൾ CJP പരാതി ഉന്നയിച്ചു. അപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ പോലീസിംഗിന്റെ കാര്യത്തിൽ. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ജനങ്ങളോട് സംവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ ഇപ്പോൾ പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു. അപ്പം മുൻപത്തെ പ്രധാനമന്ത്രി എത്ര പത്രസമ്മേളനം നടത്തിയിരുന്നു? അല്ലെങ്കിൽ ലോക നേതാക്കളുടെ ഇപ്പോഴത്തെ രീതി എന്താണ്? അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ എത്ര പത്രസമ്മേളനങ്ങളും നടത്തുന്നുണ്ട്? ആശയവിനിമയത്തിന്റെ രീതികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഈ ഡിജിറ്റൽ യുഗത്തിലുണ്ടായി? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മൻ കി ബാത്തിന്റെ കാര്യം പറഞ്ഞു. മൻ കി ബാത്ത് ഏകപക്ഷീയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മൻ കി ബാത്തിലേക്ക് ആശയങ്ങൾ കൊടുക്കാൻ എല്ലാ പൗരന്മാർക്കും അവസരമുണ്ട്. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള എത്ര ആശയങ്ങൾ മൻ കി ബാത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വിവിധ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. ഇപ്പോൾ റേഡിയോയിൽ മാത്രമല്ല ദൂരദർശനിലും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ PIB മറ്റു തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ പ്രതികരിക്കാനാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ജനങ്ങളുടെ പറഞ്ഞോട്ടെ. അതായത് അല്ല എനിക്കൊരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ ഈ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്ലാറ്റ്ഫോമുകളിൽ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ MP-മാരുൾപ്പെടെ പലരോടും പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല വിഷയങ്ങളും നമ്മൾ എക്സിൽ നമ്മൾ അവരുടെ പോസ്റ്റിന് വേണ്ടി ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ പ്രതികരണമൊക്കെ മതിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയും നല്ല രീതിയിൽ പ്രതികരണം ഉണ്ടാകാവുന്നതാണ്. പക്ഷേ അതിന് വളരെയധികം പരിമിതികളുണ്ട്. മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ കൊടുക്കുന്നത്. നമുക്കറിയാം, സർക്കാർ പ്രസ് റിലീസുകൾ പോലും മാധ്യമങ്ങൾ പൊതുവെ കൊടുക്കാറില്ല. ഞാൻ അതിന് മാധ്യമങ്ങളെ വിമർശിക്കുന്നില്ല, മാധ്യമങ്ങളുടെ രീതി. അപ്പോൾ ആ രീതിയിൽ വാർത്തകൾ വരാതിരിക്കുമ്പോൾ അത്തരം വാർത്തകൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ മുൻപേയുള്ള സർക്കാരുകൾ പോലും അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
സർക്കാരുകൾ ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളിലൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുൻ പ്രധാനമന്ത്രിമാരുടെ കാലത്തും മുൻ കേന്ദ്രമന്ത്രിമാരുടെ കാലത്തും നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ സർക്കാർ സംവിധാനത്തെ നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്കത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആശയവിനിമയം തീരെയില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്ന് മാത്രമല്ല, ചില കോണുകളിൽ നിന്ന് ആ ഒരു വിമർശനം, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് CJP ഉയർത്തിയ വിമർശനം പോലെ ഇത്തരം വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. വിമർശനം ഉന്നയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും അതിനെ ശ്രദ്ധിക്കാൻ സർക്കാരുമായി ബന്ധപ്പെട്ട, ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട, BJPയുമായി ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ അല്ല ചെയ്യുന്നത്. അദ്ദേഹം റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഒരു ആശയവിനിമയത്തിന്റെ ഭാഗമാകുന്നത് എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആശയവിനിമയമാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം എന്നുള്ളതുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു മിനിറ്റ്. രണ്ടാമത്തേത്, ഇപ്പൊ പോലീസിംഗിന്റെ കാര്യം പറയുന്നത് വ്യക്തിപരമായ തീരുമാനമുള്ളതല്ല. ആ ആയുധം അവിടേക്ക് വരണമെങ്കിൽ പോലും അത് നോക്കൂ, രാജ്യത്ത് AK-47 അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല പോലീസിന്. അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പൊതുജനങ്ങൾക്കെതിരെ ഒട്ടും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന. AK-47 ഉപയോഗത്തിനൊക്കെ വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ ആയുധം അവിടെ അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നുമല്ലോ അങ്ങനെ വ്യക്തിപരമായ കുറ്റം പറയാൻ. അത് പോലീസിന്റെ ഫോഴ്സിന്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ്? അതുകൊണ്ടാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഒക്കെ എന്ന് പറയുന്നത് ഇത് ചോരയിൽ മുക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത്. എന്തിനാണ് ഒരു മിനിറ്റിൽ 600 റൗണ്ട് വെടിവെക്കുന്ന ഒരു ഗ്രേഡ് വെപ്പൺ എന്തിനാണ് അവിടെ കൊണ്ടുവരുന്നത്? ഇതിൽ ആദ്യത്തെ ചോദ്യം, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏകപക്ഷീയമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ റീൽ ഇട്ടാൽ പ്രതികരിക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ പഴയ കാലത്തെ മാധ്യമ പ്രവർത്തന കാലത്ത്, നമ്മളിപ്പോൾ ചാനലുകൾ അല്ലെങ്കിൽ പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് പത്രാധിപർ തീരുമാനിക്കുന്ന വാർത്തകളായിരുന്നു ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിയിരുന്നത്. ടെലിവിഷൻ ചാനലിനും ആ പരിമിതിയുണ്ട്. എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് ആ പരിമിതി ഉണ്ടോ? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാനുള്ള വേദി അവിടെ തന്നെയുണ്ട്. ഇത് ഭാരതത്തിലെ ഓരോ പൗരനും ലോകത്തിലെ ഓരോ വ്യക്തിക്കും പ്രതികരിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടക്കുന്ന വേദികളല്ലേ അത്? അതിന് ഉപയോഗപ്പെടുത്തുന്നത് അതിന് പുതിയ ഈ പറയുന്ന ആശയവിനിമയ കാലത്തെ സ്വാധീനം എന്ന തലക്കെട്ടിലല്ല ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അല്ലാതെ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തിൽ നമ്മളൊരു പൊതുചർച്ച സംഘടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിന്റെ സാധ്യതകളെ കുറിച്ച് അവലോകനം ചെയ്യുകയല്ല ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് ജനങ്ങളിലേക്ക് എത്താൻ ഇന്ന മാധ്യമ രീതി മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ജനങ്ങൾക്ക് അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നില്ല. സാധാരണക്കാർ പോലും എത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് ഏത് സാധാരണ പറയുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിഷയങ്ങൾ പോലും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ രീതിയിൽ അതിന് പ്രതികരണം ഉണ്ടാവുകയും എക്സസൈസ് എന്ന നിലയ്ക്കാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു നേട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹം അതിലൊരു പരാമർശം നടത്തുന്നു. അതുകൊണ്ട് തീരുന്നതല്ല ജനാധിപത്യത്തിലെ ജനങ്ങളുടെ ആശയവിനിമയത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. നമുക്കൊരു ചോദ്യമുണ്ട്. രാജ്യത്ത് ഇത്രയും വലിയ അനീതി നടക്കുന്നു. എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്കെതിരെ ഈ തരത്തിലുള്ള വെപ്പണുകൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ചോദിക്കണം സാർ. നമ്മൾ ആരോട് ചോദിക്കും? ഞാനൊരു ഫേസ്ബുക്ക് വീഡിയോ ഇടാം, ഈ ചർച്ച കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അതിനോട് പ്രതികരിക്കുമോ? ഞാനൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇടാം, പ്രധാനമന്ത്രി അതിനോട് പ്രതികരിക്കുമോ? അതെ, ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താണ് അർത്ഥം, പ്രസക്തി എനിക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ ഓരോരുത്തരും നടത്തുന്ന പ്രതികരണങ്ങളോട് ഫേസ്ബുക്കിലൂടെ നടത്തുന്ന ഓരോ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനോട് ഇതുപോലെ വലിയൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 145 കോടി 150 കോടി വരുന്ന ഇന്ത്യക്കാരോട് എല്ലാം പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി സാധ്യമായിട്ടുള്ള അതുകൊണ്ടാണ് ഈ പറയുന്ന 140 കോടി ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളുള്ള ലോക്സഭയിൽ മറുപടി പറയണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ ഒളിച്ചിരിക്കാതെ 140 കോടി ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഉള്ള ലോക്സഭയിൽ മറുപടി പറയണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാർ. അങ്ങ് തന്നെ ആ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ശരി, നന്ദി. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഒരു മിനിറ്റ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, അതാണ് പറഞ്ഞത്. ചോദ്യങ്ങളില്ലാത്തിടം ഒളിച്ചിരിക്കലാണ് സാർ. ചോദ്യങ്ങളില്ലാത്ത ഇടം ഒളിച്ചിരിക്കൽ തന്നെയാണ് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം. ചോദ്യങ്ങളില്ലാത്ത ഇടമല്ല, ചോദ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇടമാണ്. ഇപ്പൊ ഇതേ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അങ്ങ് പറയുന്നത് ഞാൻ അംഗീകരിക്കാം. അവിടെ ഡയലോഗിന് സാധ്യതയുണ്ടെന്ന് പറയാം. ആ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന ഒരൊറ്റ കമന്റിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടോ?
അല്ല ഈ ഓരോ കമന്റുകൾക്കും മറുപടി പറയണമെന്നാണോ പറയുന്നത്? ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന ജനങ്ങളുടെ ചോദ്യങ്ങളെ പ്രതികരിക്കുന്ന ജനപ്രതിനിധികൾ ലോക്സഭയിൽ മറുപടി പറയണമെന്ന്, ലോക്സഭയിൽ പ്രസ്താവന നടത്തണമെന്ന് ഒന്നുമില്ല സാർ. ഞാൻ അങ്ങോട്ടൊരു വീഡിയോ കഷ്ണം തരും, നിങ്ങൾ അത് കേട്ട് നിങ്ങൾ അത് അവിടെ ഇരുന്നു കൊള്ളണം എന്ന് പറയുന്നത് തിട്ടൂരമാണ്. അത് ജനാധിപത്യത്തിൽ അതിനിടവുമില്ല. ഞാൻ അങ്ങേക്ക് വരാം, അങ്ങൊന്ന് ക്ഷമിക്കൂ. ശ്രീ ജോൺ ബ്രിട്ടാസ്, നോക്കൂ, ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം എന്നുള്ളതാണ് ആവശ്യം. ശരിയായിക്കോട്ടെ, ജനകീയത തന്നെ സാർ, ശരിയായിക്കോട്ടെ. ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സാർ, ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അത് അനുവദിക്കുക പോയിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കുമില്ല. സാർ, ഈ പേപ്പർ ലീക്ക് ബില്ല് അത് പാസ്സാക്കിയാൽ തീരുന്നതാണോ ഈ ഡൽഹി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പ്രശ്നവും നീറ്റ് ചോദ്യപേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട പ്രശ്നവും? അത് ഭാവിയിലേക്കുള്ള ഉത്തരം എന്ന നിലയ്ക്ക് കേന്ദ്രം മുന്നോട്ട് വെക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നടന്ന അതിക്രമങ്ങൾക്ക് ആരോട് മറുപടി ചോദിക്കും? മധു, ഞാൻ അല്പം വൈകിയാണ് വന്നത്. എങ്കിലും ഇവിടെ നടന്ന സംവാദത്തിൻ്റെ ഒരു ചെറിയ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തടസ്സമില്ലാതെ എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മാധു ചോദിച്ച ചോദ്യത്തോട് വരുന്നതിന് മുമ്പ് വലതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള ഒരു പേരിൽ അനുരാജുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം RSSന്റെ പ്രസിദ്ധീകരണമായ കേസരിയുടെ ചുമതലക്കാരനാണ്. അദ്ദേഹത്തോട് ആദരവ് കാണിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ നിങ്ങൾ RSS തന്നെ എഴുതുന്നതായിരുന്നു കുറേ കൂടി ഉചിതം. എന്താ കാരണം വെച്ചാൽ അത് മറച്ചു വെക്കേണ്ട കാര്യമുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അതിനെന്താണ് കുറവ്, പരിമിതി എന്ന് ചോദിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യമാണ്. പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ നിദാനം, അടിസ്ഥാനമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും സർക്കാരും പാർലമെന്റിനോട് വിധേയപ്പെട്ടിരിക്കുന്നു. പാർലമെന്റിലാണ് അദ്ദേഹം ഉത്തരം പറയേണ്ടത്. 140 കോടി ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള എംപിമാരുടെ സമക്ഷമാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. അത് ഭരണഘടനയാണെന്ന്, അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനം അല്ല. ഞാനിനി ഫേസ്ബുക്കാണ് എൻ്റെ ഭരണഘടന, അതല്ലെങ്കിൽ ഇൻസ്റ്റയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടനയാണ്. ഇനി ഞാൻ ഒറ്റ ചോദ്യം എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൂ. അതായത് ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും, നെഹ്റു ഉൾപ്പെടെ അദ്ദേഹം വരുന്നത് വരെയുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ വകുപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പോലും പ്രതികരിച്ചിട്ടുണ്ട്. താങ്കളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാണ്, ഒരാഴ്ചയിൽ രാജ്യസഭയിലും ലോകസഭയിലും ഓരോ ദിവസം പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ട്. ഞാൻ എത്രയോ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാര് അദ്ദേഹത്തിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കുന്നത് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകരാണ്. ആ ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് നരേന്ദ്രമോദിയാണ്. അത് അഭികാമ്യമാണോ? 2, പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ സാധാരണഗതിയിലെ 5 തവണ പ്രവർത്തകരായിരിക്കും. മാരുടെ കോഴ്സ് പോയാൽ ഞാൻ പറയുകയാണ്, രാജ്യസഭ ഒന്ന് പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് പാലം ടെക്നിക്കൽ ഏരിയ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. അല്ല, കേൾക്ക് സുഹൃത്തെ, ഞാൻ എൻ്റെ അനുഭവം പറയല്ലേ, താങ്കൾ ഇത്ര അമിതോത്സാഹം കാണിക്കാതെ. 2 വിമാനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അകമ്പടി സേവിക്കുന്ന 30 പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. 2, ഏത് രാജ്യത്താണോ പോയത് ആ രാജ്യത്തെ സർക്കാരിന്റെ തലവനുമായി ചേർന്ന് സംയുക്തമായ വാർത്താ സമ്മേളനം നടത്തും. പിന്നീട് അദ്ദേഹം തിരിച്ച് വിമാനത്തിൽ കയറിയാൽ വീണ്ടും പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് പറയണം. തിരിച്ച് ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. എത്ര സുതാര്യമായിട്ടുള്ള ഒരു പദ്ധതിയും പരിപാടിയുമായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നവരെ ഉണ്ടായിരുന്നത്. അതും നിങ്ങൾ വേണ്ടതില്ല എന്ന് വെച്ചു. പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നിങ്ങൾ അളന്നു നോക്കിക്കഴിഞ്ഞാൽ 0.002% ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും കുറവ് സാന്നിധ്യമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വസ്തുതയാണ്. ഞാൻ സ്ഥിതിവിവര കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മാധു ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിന്റെ മാതാവെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അവകാശപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ മാതാവായ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ രാജവീഥികളിൽ ഒഴുകപ്പെട്ട ചീന്തപ്പെട്ട രക്തത്തെക്കുറിച്ച് ഒരു വാക്ക് ആഭ്യന്തരമന്ത്രി പറയണ്ടേ? 2 കാരണമുണ്ട്.
എന്താ കാരണം വെച്ചാൽ ഒന്ന്, അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മാത്രമല്ല, ഡൽഹിയുടെ അധിപനാണ്. ഡൽഹി സർക്കാരിന്റെ ഡിഫാക്ടോ ഭരണാധികാരി എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിക്കാണ്. മാത്രമല്ല, ഈ നമ്മുടെ നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ നേരിട്ട അർദ്ധ സേനാംഗങ്ങളും പോലീസിലെ വക്താക്കളും പറഞ്ഞൊരു കാര്യമുണ്ട്. ടിയർ ഗ്യാസ് ഉപയോഗിച്ചതും ചട്ടം തെറ്റിച്ചാണ് അവരുടെ നേരെ എറിഞ്ഞിരിക്കുന്നത്. ചില്ലി ബോംബ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, പെല്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, ആണിയുള്ള ലാത്തി വെച്ച് അവരെ മർദ്ദിക്കാൻ പാടില്ലായിരുന്നു, ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് വെച്ചാൽ ഡൽഹി പോലീസും അർദ്ധസേനയും പ്രയോഗിച്ച അമിതമായിട്ടുള്ള ഈ പേശിബലവും ശക്തിയും ആയുധങ്ങളും എല്ലാ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് എന്ന് ഈ സേനകളുടെ തന്നെ വക്താക്കൾ കൃത്യമായി പ്രതിപാദിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ ചീന്തപ്പെട്ട രക്തത്തെക്കുറിച്ച് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവനയെങ്കിലും നടത്തണ്ടേ? ഇന്നലെ ഞങ്ങൾ ഇവിടെ പരിക്കേറ്റ ആൾക്കാരെ, വിദ്യാർത്ഥികളെ കാണാൻ ഞങ്ങൾ ആശുപത്രിയിൽ പോയി. ഒരൊറ്റയാളെയും കാണാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ഇവിടെയുള്ള പാനലിസ്റ്റുകളോട് ചോദിക്കട്ടെ, കേരളത്തിലെ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവരെ കാണാൻ കേരളത്തിന്റെ പോലീസ് സമ്മതിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന പുകില്? മാത്രമല്ല, ഈ പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും കാണാൻ പോലും വിലക്കാണ്. അവരെവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതായത് ആശുപത്രികൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലാണെങ്കിൽ പോലും വെർച്വലി ഡൽഹി പോലീസ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണോ ഒരു ജനാധിപത്യത്തിന്റെ തലസ്ഥാനത്ത് സംഭവിക്കേണ്ടത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ശരി, നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പദ്ധതികളോട് ഞങ്ങൾ സർഗാത്മകമായി പ്രതികരിക്കാം. പക്ഷെ പ്രാഥമികമായി ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാർലമെന്റ് ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ബില്ല് എന്ന് പറയുന്നത് ഈ പറയുന്ന എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് പറയരുത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു കാര്യം എടുത്തിടട്ടെ. 2024 ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഭേദഗതിയാണ്. അതായത് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് എന്നുള്ള ബില്ല് 2024 ഞങ്ങൾ എല്ലാവരും കൂടെ പിന്തുണച്ച് പാസ്സാക്കിയപ്പോൾ അന്ന് ജിതേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകളും കൃത്രിമത്വങ്ങളും അസ്തമിക്കും. 2 വർഷം കഴിഞ്ഞ് ഈ കൃത്രിമത്വവും ഈ പറയുന്ന കുംഭകോണങ്ങളും വർദ്ധിക്കുകയല്ലേ ചെയ്ത്. അപ്പം നിങ്ങളുടെ വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? നിയമനിർമ്മാണത്തിന്റെ അഭാവം കൊണ്ടല്ല ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിയമം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കുറ്റമറ്റ സംവിധാനവും ഇച്ഛാശക്തിയുമുള്ള നേതൃത്വം ഇല്ലാത്തതിന്റെ കുറവാണ് നമ്മൾ അനുഭവിക്കുന്നുള്ള ഒരു ലളിതമായ ഒരു സത്യമെങ്കിലും മനസ്സിലാക്കിയാൽ ഇന്നത്തെ പ്രശ്നത്തിന്റെ യഥാർത്ഥ ഗൗരവം നമുക്ക് പിടികിട്ടും. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പം നേരത്തെ കപിൽ സിബലുമുത്ത് CJP പ്രവർത്തകർ വാർത്താ സമ്മേളനം നടത്തി. അവരെ വഞ്ചിച്ചു എന്ന് ഇന്ന് രാവിലെ തന്നെ അവരൊരു ഇൻസ്റ്റാ പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ പിൻവലിക്കുമെന്നും കേസുകൾ പിൻവലിക്കുമെന്നും പറഞ്ഞു. പക്ഷേ നോക്കൂ, ഇപ്പോൾ പട്ടേൽ 400ഓളം ആളുകളെയാണ് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദില്ലിയിലടക്കം എടുത്ത ഒരു കേസും പിൻവലിച്ചിട്ടില്ല. ആയുധങ്ങളുടെ ഉപയോഗമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ മറുപടി പറയുന്നില്ല. അപ്പോൾ തൽക്കാലം പ്രധാനെ മാറ്റി നിർത്തുക. എന്നിട്ടോ പ്രധാന ഇന്ന് പാർലമെന്റിന്റെ കവാടത്തിൽ കിട്ടിയ സ്വീകരണം അങ്ങ് കണ്ടിട്ടുണ്ടാകുമല്ലോ. വലിയ വേദനയാണ്, പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര വലിയ ഒരു പ്രശ്നമുണ്ടായിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നിട്ടാണ് രാജിവെക്കുന്നത്. എന്നിട്ടും ഈ സമരക്കാരോടോ CJPയോടോ പൊതുസമൂഹത്തോടോ പറഞ്ഞിരിക്കുന്ന യാതൊരു വാക്കും പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ധർമ്മേന്ദ്ര പ്രധാന സ്വീകരണം കൊടുത്തതിലൊന്നും അത്ഭുതപ്പെടാനില്ല. അത് BJPയുടെ സംഘപരിവാറിന്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ്. ഈ ബിൽക്കിസ് ബാനുവിനെ അവരുടെ കുടുംബത്തെ ഇല്ലാതാക്കി അതിക്രൂരമായി പീഡിപ്പിച്ച നരാധപന്മാർക്ക് സ്വീകരണം കൊടുത്ത ആളുകളാണ് ഇവർ സംഘപരിവാർ. അതുപോലെ തന്നെ മിഷണറിമാരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വന്ന ആളുകൾക്ക് സ്വീകരണം കൊടുത്ത ആളുകളാണ്. അങ്ങനെ ഒരുപാട് സ്വീകരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പം
ഇവരുടെ വാക്കുമാറുന്ന സ്വീകരണത്തെ കുറിച്ചിട്ട് അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ പറഞ്ഞാണ്. പിന്നെ മോദി സർക്കാർ പറയുന്ന ഒരു വാക്കും ഇന്ന് വരെ പാലിക്കപ്പെട്ടിട്ടില്ലല്ലോ. 50 ദിവസം കൊണ്ട് നോട്ട് നിരോധനത്തിന്റെ കെടുതികൾ പരിഹരിക്കുമെന്നും വിദേശത്തുള്ള കള്ളപ്പണം തിരിച്ചുകൊണ്ട് നാട്ടിലെല്ലാവരും കൊടുക്കുമെന്നും 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കുമെന്നും അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ CJPക്ക് കൊടുത്ത വാഗ്ദാനം, ഈ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കൊടുത്ത വാഗ്ദാനവും അവർ പാലിക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ അവർക്കൊരു അബദ്ധം പറ്റുന്നുണ്ട്. ഇത്രയും കാലം ഈ നാട്ടിലെ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചതുപോലെ ഇനി നടക്കുമെന്ന് ഇവർ വിചാരിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇവർ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് വരെയുള്ള പോരാട്ടം തെരുവിലുണ്ടാകുമെന്ന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും അക്കൂട്ടത്തിലുണ്ടാകും, ഒരു സംശയവും വേണ്ട. പിന്നെ ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റിയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത്. AK-47 പെല്ലറ്റ് ഗണ്ണും ഒക്കെ ഉപയോഗിച്ചത്, AK-47 ഉപയോഗിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് വലത് നിരീക്ഷകൻ എന്ന് പറഞ്ഞു വരുന്ന അനുരാജ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വെറുതെ നടക്കുന്ന ഒരാളുടെ കയ്യിൽ AK-47 കിട്ടുമോ, പെല്ലറ്റ് ഗൺ കിട്ടുമോ? അപ്പോൾ ആ പെല്ലറ്റ് ഗണ്ണും AK-47 ഒക്കെ കൊടുത്തത് ആര്, എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തിയത്, അവർക്ക് അതുകൊണ്ട് വെടിവെക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുത്തത് ആര്? ഇത്രയും ദിവസം ഇപ്പോഴല്ലേ അത് ചർച്ചയായിരുന്നത്. ആ കുട്ടികളെ അത് വെച്ചിട്ട് വെടിവെച്ചപ്പോഴോ അതിൻ്റെ പരിക്കേറ്റപ്പോഴോ ഇതുമായി സമരങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോ ഒന്നും ഇത് ചർച്ച ചെയ്തിട്ടില്ല, ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒന്നുമല്ല സംഘപരിവാറിൻ്റെ മനസ്സിലിരിപ്പ്. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കൊടുത്തുവിട്ടതാണ്. ഈ സമരം ഇങ്ങനെയല്ല അവസാനിച്ചിരുന്നെങ്കിൽ അവർ ഇതിലും കഠിനമായിട്ടുള്ള അക്രമമുറകൾ ഇറക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ അനുരാജ് പറഞ്ഞൊരു കാര്യം, ലോക നേതാക്കളുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പത്രക്കാരെ കാണണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മൻ കി ബാത്ത് ഒരു നല്ല ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാം, അതിനുള്ള ഉത്തരം മൻ കി ബാത്തിലൂടെ നരേന്ദ്രമോദി പറയുമെന്ന്. അപ്പോൾ ഇഷ്ടമുള്ള ഉത്തരം ചോദ്യം സെലക്ട് ചെയ്ത് ഉത്തരം പറയാനായിട്ട് ഏത് കിഴങ്ങനും പറ്റുമല്ലോ. അപ്പോൾ അതിലൊന്നും വലിയ അത്ഭുതമില്ല. ഞാൻ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ മറുപടി പറയാൻ അദ്ദേഹത്തിന് നേരമില്ല. സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മോണോലോഗ് മാത്രമാണ്, ഡയലോഗില്ല. അപ്പോൾ അദ്ദേഹം ഈ അനുരാജ് പറഞ്ഞ ഒരു കമ്പാരിസൺ മുൻ സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനെ നടന്നു വന്ന. അപ്പോൾ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി പറഞ്ഞത് കോട്ടിട്ട് കുളിക്കുന്ന ആളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മൻമോഹൻ സിംഗ് 117 തവണ പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് ദുർബലൻ എന്നും സംഘപരിവാർ ആക്ഷേപിച്ച മൻമോഹൻ സിംഗ് എല്ലാ പത്രക്കാരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം വന്ന് എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുത്തത് 117 തവണ. വിദേശ യാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതുകൊണ്ടുണ്ടായിട്ടുള്ള സന്ദർശനത്തിന്റെ ഇടവേളയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 72 തവണ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആനുവൽ പ്രസ് മീറ്റ് 10 വർഷം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലും വിസിറ്റ് ചെയ്യുമ്പോൾ 23 തവണ പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് മാനിഫെസ്റ്റോവുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റ് 12 തവണ. അങ്ങനെ 117 തവണ മാധ്യമങ്ങളെ കണ്ട ധീരനായ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു മൻമോഹൻ സിംഗ്. ഒരു വട്ടം പോലും 12 വർഷത്തിനിടയിൽ ഒരു വട്ടം പോലും പത്രക്കാരെ കണ്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഭീരുവിന്റെ പേരാണ് നരേന്ദ്രമോദി. പാർലമെന്റിൽ ചർച്ചയ്ക്ക് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉത്തരം പറയാതെ ഒളിച്ചു കളിക്കും. ചോദ്യങ്ങൾ ചോദിക്കാൻ പോലുള്ള അനുമതി പാർലമെന്റിന്റെ ഇരുസഭകളിലും അനുവദിക്കാത്ത രീതിയിൽ സംഘപരിവാർ ഓടി ഒളിക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ പ്രസ് മീറ്റോ, ഇവർ പാർലമെന്റിൽ ഉത്തരം പറയാത്തതോ പ്രസ് മീറ്റ് നടത്താത്തതോ എന്തിനാണെന്ന് ചോദിച്ചാൽ, ജനങ്ങളോട് ഉത്തരം പറയാൻ പോലുമുള്ള കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് നട്ടപ്പാതിരയ്ക്ക് വന്ന് സെൽഫി വീഡിയോ എടുക്കാനേ അറിയുള്ളൂ. പാർലമെന്റിൽ വിഷയാടിസ്ഥിതമായിട്ട് ഒരു മറുപടി പറയാൻ അറിയില്ല. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ജവഹർലാൽ നെഹ്റുവിനെ ആക്ഷേപിക്കാനേ അദ്ദേഹത്തിന് അറിയുള്ളൂ. പഠിച്ചതേ പാടുള്ളൂ. ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. പാർലമെന്റിൽ മറുപടി പറയാതെ പാതിരാത്രിക്ക് സെൽഫി വീഡിയോ എടുക്കുന്നതാണ് അദ്ദേഹം ഹരമാക്കിയിരിക്കുന്നത്. കൊച്ചു പിള്ളേർ അതങ്ങ് കീറി വലിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇനിയും വാഗ്ദാന ലംഘനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പഴയ കാലത്ത് നടന്ന പോലെ, കഴിഞ്ഞ 12 വർഷം നടത്തിയതുപോലെ സംഘപരിവാറിന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും അത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം ഒക്കെ നമ്മളങ്ങനെ ചൂഴ്ന്ന് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് തിരിച്ചറിയാത്തത് ഇവർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുന്ന കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്യണമെന്നും വെടിവെച്ച് കൊന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് ഡെഡ് ബോഡി ഇടണമെന്നൊക്കെ പറയുന്ന ആളുകളെയും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. TG മോഹൻദാസിന്റെ പരാമർശങ്ങളിൽ, ഈ വിദ്വേഷ പരാമർശങ്ങളിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അത് ആ ദില്ലി പോലീസിനെതിരായി നടന്ന ദില്ലി പോലീസ് ഇങ്ങനെ ചെയ്യണം, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്നത് മാത്രമല്ല, സ്ത്രീകൾക്കെതിരായി അതിരൂക്ഷമായ പരാമർശങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു വിമർശനം. സത്യമായും ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. എനിക്കത് കണ്ടിരിക്കാനുള്ള മാനസിക ഓരോ മണിക്കൂറിലും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സമരത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സമരത്തിനൊരു പരിസമാപ്തി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത്. ആ സമരത്തിന് ശേഷം
പ്രതിഷേധക്കാർ 4 വഴിക്കും പിരിഞ്ഞു പോയിരിക്കുന്നു. ഇനി ആ വാഗ്ദാന ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും വീണ്ടും ഒന്നിച്ചു ചേരും. ഇത്രമേൽ ശക്തമായൊരു സമരം രൂപപ്പെടാനൊക്കെ വലിയ കാലതാമസം ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു പക്ഷേ പ്രായോഗികമല്ല എന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നുമുണ്ടാകും. ഈ താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു ലക്ഷ്യം. ഒന്നാമത്തെ കാര്യം, സർക്കാരിന് ഈ സമരത്തെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഗവൺമെൻറ് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി എന്ന് വേണം കരുതാൻ. കാരണം ഇത് മറ്റ് പല സമരങ്ങളും പോലെ കുറച്ച് ദിവസം സമരം ചെയ്തിട്ട് പൊക്കോളും ഈ കുട്ടികൾ എന്നാണ് ഇവർ ആദ്യം കണക്കാക്കിയത്. ഈ സംഘപരിവാറിൻ്റെ ആളുകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിപ്പിക്കുന്ന അതത് ദിവസത്തെ കമൻറ്റുകളും മെസ്സേജുകളും കണ്ടാൽ നമുക്കിത് മനസ്സിലാവും. നോക്കൂ, CAA സമരം പൊളിഞ്ഞില്ലേ, ഡൽഹിയിൽ നടന്ന മറ്റ് സമരങ്ങൾ പൊളിഞ്ഞില്ലേ, കർഷക സമരം പൊളിഞ്ഞില്ലേ, അതുപോലെ ഇതും പൊളിയും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ അല്ല കാര്യങ്ങൾ നടന്ന. ആ കുട്ടികൾ കുറച്ചുകൂടി കരുത്തുള്ളവരായിരുന്നു. ആ കരുത്തിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു, അവർ തല്ലുകൊണ്ടു, അവർ മറ്റ് പലതരത്തിലുള്ള അട്രോസിറ്റീസും ഏറ്റുവാങ്ങിയിട്ടും അവിടെ തുടർന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ പ്രഖ്യാപിച്ചു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. മാത്രമല്ല BJPക്കാരുടെ വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രിമാരുടെയും MP-മാരുടെയും വീടുകളിൽ നിന്ന് അവരുടെ മക്കൾ തന്നെ ഇതിന് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ശരി ഇനി ഈ മൊമെൻറ്റം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാവുന്നു. ആ മൊമെൻറ്റം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിങ്ങനെ ഒരു ദിവസം പോലും തുടർന്നാൽ കേന്ദ്ര സർക്കാരിനെതിരായ പുതിയ ചോദ്യങ്ങളുണ്ടാവും. നരേന്ദ്രമോദി ഒരു ചോദ്യം ചെയ്യാനാവാത്ത ഒരു ഏകാധിപതി എന്ന മട്ടിൽ പോയിട്ട് പിള്ളേര് നേരത്തെ ജിൻഡോയോട് സൂചിപ്പിച്ച പോലെ ചുവരിൽ തേച്ചൊട്ടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇമേജുകൾ പൊളിഞ്ഞു തുടങ്ങി. കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ആ മൊമെൻറ്റം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ഉറപ്പ് കൊടുത്തിട്ടായാലും അത് പിരിച്ചുവിടുക എന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വന്നിട്ടുള്ള ഒരു. അതുകൊണ്ടാണ് നാളെ ക്യാബിനറ്റ് നടത്താൻ പോകുന്നു എന്ന് തലേദിവസം രാത്രി അർദ്ധരാത്രിയിൽ പ്രഖ്യാപിക്കുകയും പിറ്റേന്ന് ക്യാബിനറ്റിൽ രാജി ഉണ്ടാക്കുകയും അതോടനുബന്ധിച്ച് അവർ ചോദിക്കുന്ന എല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ സമരം എങ്ങനെയെങ്കിലും പിരിച്ചുവിടുക എന്ന താൽക്കാലിക ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ജന്തർ മന്ദറിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര സർക്കാരിന് ഒരു രൂപരേഖ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. നോക്കൂ, സുപ്രീം കോടതിക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഇത്രയും വലിയ കൊടിയ ഗുണ്ടായിസം പോലീസ് ചെയ്തിട്ട് അത് കേൾക്കാൻ സമയമില്ലായിരുന്നു. നമ്മൾ ആലോചിക്കണം. ആ ചീഫ് ജസ്റ്റിസ് ഇന്ന് സമയം കണ്ടെത്തി ഇത് വിശദമായിട്ട് കേൾക്കുന്നു. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ തന്നെ പറയുന്നത് അത്തരം ആളുകളെ ഇൻഡിവിജ്വലായിട്ട് പുറത്താക്കിയല്ലോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തല്ലോ എന്നൊക്കെയാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെയും അമിത്ഷായുടെയും പിന്തുണയില്ലാതെ ഇത്തരം ഒരു പോലീസ് ഫോഴ്സ് അവിടെ പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പം ഇനി എന്താണ് ഇതിന് മുമ്പിലുള്ള പോംവഴി? ഇവർക്കിനി ഈ കേസുകൾ പിൻവലിക്കാൻ കോടതിയെ സമീപിക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊരു ഭരണഘടനാ അവകാശമൊന്നുമല്ല സമരം പിൻവലിച്ച് കിട്ടുക കേസ് പിൻവലിച്ച് കിട്ടുക എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും അതിലേക്ക് ശ്രദ്ധ കൊണ്ടുകൊള്ളും. ഓരോരുത്തരും അവനവന്റെ കേസുമായി നടന്നോളും. തിരിച്ച് ഈ കേസ് ഇതിലേക്ക് വരില്ല. 2 വീടുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കേസുണ്ടായ ആളുകളെ നിങ്ങൾ ഇനിയും പോയാൽ നിങ്ങൾക്ക് നാളെ സർക്കാർ തൊഴിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല, വിദേശത്തേക്ക് പോകാൻ പറ്റില്ല എന്നിങ്ങനെ ലോക്കൽ പ്രഷറുകൾ കൊടുക്കാനുള്ള സമയം കൂടിയാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ ഈ കേസിൽപ്പെട്ട ആളുകൾ തിരിച്ച് ജന്തർ മന്ദറിലേക്ക് വരില്ല എന്ന് ഇവർ കണക്കാക്കുന്നുണ്ടാവും. ഏതായാലും ഇത്തരം കൂടിച്ചേർന്ന് വന്ന ഏക ശബ്ദത്തെ ഛിന്ന ഭിന്നമാക്കി മാറ്റുക എന്ന ഒരു താൽക്കാലിക ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം ഫേക്ക് ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അത് വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രശ്നം ഈ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെ അടിമകളെ പോലെ കരയുകയും ഒരു ദൈവത്തിൻ്റെ അത്രയും പൊക്കത്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രിയും സർക്കാരും ഒക്കെ അവരിൽ കനിഞ്ഞനുഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നില്ലേ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയല്ല ജനാധിപത്യം. ഈക്വാലിറ്റി ഉള്ള ആളുകളാണ്. നമ്മൾ പണിയെടുക്കാൻ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന തൊഴിലാളികളാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിയും ആളുകളും. നമ്മുടെ രാജ്യത്ത് ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത് നടപ്പാക്കാനുള്ള ആളുകളാണ്. അവരുടെ ഔദാര്യത്തിന്റെ ഭാഗമായി വന്ന് 2 വാക്ക് മൊഴിഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ അവരുടെ ഔദാര്യത്തിന്റെ ഭാഗമായി എടുത്ത കേസുകൾ പിൻവലിക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്. കേസ് എടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ പറ്റാതെ പിരിച്ചുവിടേണ്ടി വരുന്ന ഒരു നിയമവ്യവസ്ഥയുള്ള നാട്ടാണ്. ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതിക്ക് നട്ടലില്ലാതെ പോയതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ കാലവും ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. ഈ സർക്കാരിനെ അഡ്വൈസ് ചെയ്യുന്നവർക്കും ഈ സർക്കാരിനെ നയിക്കുന്നവർക്കും താൽക്കാലികമായിട്ടുള്ള
പ്രശ്നപരിഹാരങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകുമെന്നും ഇനിയും 3-3.5 വർഷങ്ങൾക്ക് അപ്പുറത്താണല്ലോ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് കാര്യങ്ങൾ പരിഹരിച്ചാൽ മതിയല്ലോ എന്ന തോന്നലുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവരുടെ മാനേജ്മെന്റിന് പുറത്താണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. മീഡിയ മാനേജ്മെന്റ് കൊണ്ട് അവർക്ക് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ PR എക്സസൈസ് കൊണ്ട് ചെറുപ്പക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ പേടിപ്പെടുത്തൽ കൊണ്ട് ജനങ്ങളെ വരുതിയിൽ നിർത്താൻ കഴിയുന്നില്ല. എന്നതുപോലെ ഇവർ കൊടുക്കുന്ന ഈ ഫേക്ക് ഉറപ്പുകൾ നാളെ പാലിക്കപ്പെടുന്നില്ല എന്ന് വന്നാൽ കൂടുതൽ വലിയ തിരിച്ചടിയിലേക്ക്, ഒരുപക്ഷെ ചർച്ചയ്ക്ക് വിളിച്ചാൽ പിള്ളേര് പോകാത്തത്ര ഒരു അൺട്രസ്റ്റ് സർക്കാരിനെതിരായി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ, ഈ അൺട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓർക്കണം, ജനാധിപത്യത്തിന്റെ സേഫ്റ്റി വാൽവുകളാണ് ആളുകളെ അക്രമ സമരത്തിലേക്കോ വലിയ അല്ലെങ്കിൽ മറ്റ് സമരങ്ങളിലേക്കോ ഒന്നും കൊണ്ടുപോകാത്തത്. ഈ അൺട്രസ്റ്റിലേക്ക് രാജ്യത്തെ തള്ളിവിടുക എന്നതാണ് സർക്കാർ ഒരുപക്ഷെ ഇത്തരം സർക്കാരിനുള്ള വിശ്വാസമാണ് ജനതയെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതില്ലാതാക്കുക വഴി ജനാധിപത്യത്തിലുള്ള വിശ്വാസമല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ വ്യവസ്ഥയിലുള്ള വിശ്വാസമാണ് ആളുകൾക്ക് നഷ്ടപ്പെടുന്നത്. അത് അപകടകരമായ പോക്കായിരിക്കും, തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, ശ്രീ AK അനുരാജ്, ഇപ്പം അത് മാത്രമല്ല, ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു വാഗ്ദത്ത CM ചെയർ കൂടി ഉണ്ട് എന്നത് കൂടി അറിയുന്നു. അങ്ങനെയാണെങ്കിൽ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാനും കൃത്യമായി പുനരധിവസിപ്പിക്കാനുമുള്ളൊരു പ്ലാൻ കൂടി നടപ്പിലാകുകയാണ് എങ്കിൽ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന നിലയ്ക്ക് അതിനെ ഒരു പര്യവസാനത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള പ്ലാൻ എന്നതും കേൾക്കുന്നു. പോട്ടെ, ശ്രീ AK അനുരാജ്, ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിശ്ചിതമായ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പ്രക്ഷോഭകർക്കെതിരായ ചില ഹർജികളാണ് വന്നത്. പക്ഷേ പോലീസ് അതിക്രമത്തിൽ നിശ്ചിതമായ വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. നേരത്തെ ശ്രീ ഹരീഷ് വാസ്തവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊന്നും കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ അതേ സുപ്രീം കോടതി വിദ്യാർത്ഥികളെ ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്തതിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനി അഥവാ ആ തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിലും പോലീസ് അമിതാധികാരം പ്രയോഗിക്കേണ്ടതില്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. നാളെ ഈ ഹർജികളെല്ലാം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. കേന്ദ്രം അവിടെയെങ്കിലും മറുപടി പറയേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ 4 പേർക്ക് മറുപടി പറയണല്ലോ. അപ്പോൾ ആദ്യം ശ്രീ ബ്രിട്ടാസ് പറഞ്ഞു, അതായത് മാധ്യമങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നില്ല പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, വിദേശ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോഴൊക്കെ മുൻ പ്രധാനമന്ത്രിമാർ അങ്ങനെ ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ ഡൽഹിയിൽ കുറേ കാലം ദേശാഭിമാനിൽ പത്രപ്രവർത്തനമായിട്ട് ഇരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ അത്തരം കാര്യങ്ങൾ അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്, അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നരേന്ദ്രമോദി ഈ കാലഘട്ടത്തിനിടയിൽ കുറേ ടെലിവിഷൻ ചാനൽ ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്, പത്രങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ മീഡിയ പഴയ കാലത്തെ മീഡിയ അല്ല, ആ മീഡിയക്ക് മാറ്റം വന്നു. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമല്ല ഉണ്ടാകുന്നത്, മറിച്ച് BJP ആക്രമിക്കുക അല്ലെങ്കിൽ മോദിജിയെ ആക്രമിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം തന്നെ അതിന് നൽകിയിട്ടുള്ള മറുപടി. അതുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രീ ജിൻഡോ പറഞ്ഞത് ഇതുപോലെ തന്നെ എത്ര പത്രസമ്മേളനം മൻമോഹൻ സിംഗ് നടത്തിയെന്നൊക്കെ പറഞ്ഞു. മൻമോഹൻ സിംഗിനെ അങ്ങനെ അനാദരവ് അദ്ദേഹത്തോട് പ്രകടിപ്പിക്കാൻ ഞാനും തയ്യാറില്ല. അദ്ദേഹം തുടർച്ചയായിട്ട് 2 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം ഉപയോഗിക്കുന്ന സാധ്യത അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യധാരാ മാധ്യമങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന് മുൻപ് ഫുൾ ടേം ഭരിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവുവാണ്. നരസിംഹറാവുവിൻ്റെ കാലത്ത് നേരിട്ടിട്ടുണ്ട് ഇതേ വിമർശനം. അദ്ദേഹം ഒന്നും മിണ്ടില്ല എന്നുള്ള വിമർശനം അക്കാലത്ത് നേരിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്, എനിക്ക് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇലക്ട്രേറ്റുമായിട്ട്, അതായത് ഗ്രാമീണ പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള മാധ്യമം, ഏറ്റവും സുഖകരമായ മാധ്യമം ഡിജിറ്റൽ മാധ്യമമാണ്. അതാണ് ഞാൻ ഉപയോഗപ്പെടുത്തുക എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ചോദ്യം വരികയും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉൾപ്പെടെ ഇതേ രീതിയിലുള്ള വിശദീകരണം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി 3ാമത്തെ കാര്യം, അതായത് നേരത്തെ ഞാനിത് ഇന്നലത്തെ ചർച്ചയിൽ ഈ കാര്യം പറഞ്ഞിരുന്നു തോന്നുന്നു. ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ ഇപ്പോൾ പറഞ്ഞു ഈ ആയുധങ്ങൾ ഇത് ആരാണ് കൊടുത്തയച്ചതെന്നൊക്കെ. ഇതങ്ങനെ കൊടുത്തയച്ചതാണ് എന്ന് പറയുന്നത് അന്ന് ഹരീഷ് വാസുദേവനും അഡ്വക്കേറ്റിന് അങ്ങനെ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അങ്ങനെ അല്ല എന്ന് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം അതേക്കുറിച്ച് അന്വേഷണം നടത്തി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് കണ്ടെത്തുന്ന കാലത്ത് അദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മറിച്ച് ഞാൻ പറയുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയാണ് മാധുവിൻ്റെ അവസാനത്തെ ചോദ്യം. അത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചാൽ ഞാൻ പറയാം. എനിക്ക് ആ ചോദ്യം ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല.
സുപ്രീം കോടതി ഇന്ന് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പോലീസ് നടപടിയിൽ. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ പോലീസ് നടപടിയെ കുറിച്ച് തന്നെയാണ്. അതിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഉത്തരം പറയാൻ തയ്യാറല്ല, പ്രസ്താവന നടത്താൻ തയ്യാറല്ല. സുപ്രീം കോടതിയിലെങ്കിലും പറയേണ്ടി വരുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് അങ്ങ് പറഞ്ഞ മറ്റു കാര്യങ്ങളിൽ എതിരഭിപ്രായമുണ്ട്, അങ്ങ് പൂർത്തീകരിക്കും. ശരി ശരി മനസ്സിലായി. ശരി, അപ്പോൾ അത് സുപ്രീം കോടതിയുടെ കാര്യം. കോടതികൾ പൊതുവേ ഇത്തരം കാര്യങ്ങൾ കോടതിയിലൊരു ഹർജി കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായി നടന്നു എന്നുള്ള ഹർജിയാണ് കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഹർജി നൽകുന്നയാളുടെ ഗ്രീവൻസസ് അത് പരിശോധിച്ച് അതിനോട് പ്രതികരിക്കുകയാണ് കോടതികൾ സാധാരണ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടതും, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പോസിറ്റീവായിട്ട് ഉണ്ടായി. അതിൻ്റെ തുടർ നടപടികൾ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. കോടതിയും സുപ്രീം കോടതിയെ അത് കേൾക്കാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കാരണം ഇതിൽ എന്താണോ കൾപ്രിറ്റ് ആരാണോ, ഇതിൽ കുറ്റവാളി ആരാണോ ആക്രമണം നടത്തിയത്, നിയമവിരുദ്ധമായിട്ട് ആരാണോ പെരുമാറിയത്, അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് അതിനകത്തുള്ള നിലപാട്. അതുണ്ടാകുന്നതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നത് വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഇനിയിപ്പോൾ അതുപോലെ മറ്റൊന്നും അത് ചോദിച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ പുതിയ പോസ്റ്റ് കണ്ടുവച്ചോന്ന് അതെനിക്കറിയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഏതായാലും സജീവമായ രാഷ്ട്രീയത്തിലുള്ള നേതാവാണ്. അദ്ദേഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനൊരു പ്രശ്നം വന്ന സാഹചര്യത്തിൽ അതിനോട് ജനാധിപത്യപരമായി കേന്ദ്ര സർക്കാർ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു ആരോപണം ഏതുവരെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ. അപ്പോൾ അത് നീറ്റ് അതിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോഴും NTA ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോഴും ഒന്നും അംഗീകരിച്ചിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് CJP ഉയർത്തുന്ന ആവശ്യമെന്ന് പറയുകയും അതേ ആവശ്യം തന്നെ ലെഫ്റ്റും കോൺഗ്രസും ഉയർത്തുകയും ചെയ്തു. ഏതായാലും ആ ആവശ്യം അംഗീകരിച്ചപ്പോൾ പറയുന്നു ഇതാ കീഴടങ്ങിയെന്നാണ്. അപ്പോൾ ഒന്ന് ജനാധിപത്യപരമായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് ആദ്യം പറയുക, അത് പ്രതികരിച്ചു കഴിയുമ്പോൾ പരാജയപ്പെട്ടു എന്ന് പറയുക. അപ്പോൾ ഈ ഇതിൽ ആക്രമണങ്ങളുടെ എല്ലാം ആക്രമണ മുന എന്താണ് എന്ന് വ്യക്തമാണ്. ഇതൊന്നേ ഉള്ളൂ, ഇത് കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുക, BJP ആക്രമിക്കുക, പ്രധാനമന്ത്രി ആക്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം അതത് പാർട്ടികൾക്കോ അല്ലെങ്കിൽ അതത് പ്രസ്ഥാനങ്ങൾക്കോ ഉണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. പിന്നെ ഇത് പാർലമെന്റിൽ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പ്രതിപക്ഷ കക്ഷികളെല്ലാം അതുകൂടെ ഞാൻ പറയാം. ഈ ഒരു പോയിന്റോടെ ഞാൻ പറയാം. അതായത് ഇപ്പൊ പാർലമെന്റിൽ ഈ കാര്യത്തിൽ പ്രതിഷേധം ഉയർത്താനുള്ള അവകാശം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അവിടെ നോക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. അതേ രാഷ്ട്രീയം കേന്ദ്ര സർക്കാരിന് ബാധകമാണ്, BJPക്കും ബാധകമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള പാർട്ടി ഇപ്പോൾ BJP ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് രാഷ്ട്രീയവുമുണ്ട്. അപ്പോൾ BJPക്ക് ഈ രണ്ട് ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്ര സർക്കാർ എന്ന ഉത്തരവാദിത്വമുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്വമുണ്ട്. ഘടകകക്ഷികളുമായി ചേർന്ന് NDA എന്ന നിലയിൽ രാജ്യത്താകമാനം വിവിധ സംസ്ഥാനങ്ങൾ എത്രയാണ് എന്നത് അങ്ങേക്ക് അറിയാമോ? അറിയാൻ മീൻസ് പെട്ടെന്ന് ഒരു ഒറ്റവാക്ക് ചോദ്യം ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല. 57%. 57% റൂറൽ ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്റർനെറ്റ് അക്സസിബിലിറ്റി ഉള്ളത് എന്നിരിക്കെയാണ് റൂറൽ ഇന്ത്യയോട് സംവദിക്കാൻ ഇന്ത്യ പോലെ ഒരു വികസന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. മാധ്യമങ്ങളെ ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത് ചോദ്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ശ്രീ AK അനന്തരാജ്. എനിക്കതിൽ മറ്റു തർക്കത്തിന് താല്പര്യമില്ല. ഞാനൊരു കണക്ക് അങ്ങോട്ട് പറഞ്ഞു. മാധു ഉറച്ചു നിന്നോളൂ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഇന്റർനെറ്റിന്റെ പെനിട്രേഷൻ എത്ര 57% മാധു പറഞ്ഞു. എത്രയാണ് നമ്മുടെ ടെലിവിഷൻ ചാനലുകളുടെ പെനിട്രേഷൻ? ഇനി ടെലിവിഷൻ ചാനലുകളുടെ ഭാഷാ പ്രശ്നം നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളാണല്ലോ നാഷണൽ മീഡിയ എന്ന് പറഞ്ഞുള്ളത്. ആ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളാണ്. ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകൾ ദേശീയ മാധ്യമങ്ങൾ എന്നൊക്കെയുള്ള അവകാശവാദമൊക്കെ പോയിരിക്കുന്നു. കേരളം വിട്ടുകഴിഞ്ഞാൽ മാധു അല്ല, വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പിന്നെ ഉള്ളത് പത്രങ്ങളാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ പത്രങ്ങളുടെ ഔട്ട്റീച്ച് എത്രയാണ്? എത്രത്തോളം ഗ്രാമപ്രദേശങ്ങളിലാണ് അതിന് പെനിട്രേഷൻ ഉള്ളത്? ഏറ്റവും കൂടുതൽ എത്തുന്നത് ദൂരദർശനും ആകാശവാണിയുമാണ്. ഇത് രണ്ടിലും പ്രധാനമന്ത്രി ഉണ്ട്. മൻ കി ബാത്തിൽ എല്ലാ ആഴ്ചയും അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുന്നു. എല്ലാ ജില്ലകളിലും ഈ പറയുന്ന ഒരു കുടുംബത്തിന് ഇത്രയധികം ആളുകൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഇന്റർനെറ്റ് കണക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ട് എങ്കിൽ എല്ലാവർക്കും ആക്സസിബിൾ ആകുന്ന സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നതാണ് ഉത്തമം എന്ന് വിചാരിക്കുന്നത്. അതിനേക്കാൾ പല ഗ്രാമങ്ങളിലും ഉത്തരേന്ത്യയിലൊന്നും ഇല്ല, മൊബൈലും ഇല്ല സർ. ഇന്റർനെറ്റ് സംവിധാനവും കേബിൾ കണക്ഷന്റെ പെനിട്രേഷൻ കണക്ക് അങ്ങ് പറയൂ. ഇന്റർനെറ്റ് അതാണോ 57%? വളരെ മുന്നിലാണ്. അതാണോ 57%? ഇന്റർനെറ്റ് വളരെ മുന്നിലാണ്. 57% ആളുകൾക്ക് മാത്രം ആക്സസിബിലിറ്റി ഉള്ള മാധ്യമം, സമൂഹ മാധ്യമം, അതിലൂടെയാണ് സംവദിക്കുന്നത് ഇന്ത്യയോട്. അതാണ് പറയുന്നത് ഈ വിവര സംക്രമണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പത്രമാണെങ്കിൽ അത് ഒരാൾ മാത്രം വായിക്കുന്നതല്ല. പക്ഷേ അവനവന്റെ ഫോണിൽ മാത്രം ലഭ്യമാകുന്ന വിവരം അവനവന് വളരെ പേഴ്സണൽ ആയി കിട്ടുന്ന ഒന്നാണ്. അത് മറ്റ് പങ്കുവെക്കപ്പെടുക പോലുമില്ല.
അപ്പൊ അതിനെയാണ് ആശ്രയിക്കുന്നത്. അതാണ് എനിക്ക് എളുപ്പം പബ്ലിഷ് ചെയ്യുകയാണ്. അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ PA അവരുടെ അമ്മയോട് ആവശ്യപ്പെടുന്നു ഈ മകളുടെ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്നതടക്കം സ്റ്റാറ്റസ് ഇരിക്കുകയാണ്. ഇങ്ങനെ BJP കുടുംബത്തിന്റെ കുടുംബത്തിലെ ജെൻസിയോട് പോലും ഉത്തരം പറയാൻ കഴിയാത്ത, പ്രതിഷേധങ്ങൾക്ക് പരിഹാരം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ BJP അനുഭവിക്കുന്നത് എന്നുണ്ട്. ഇപ്പൊ നോക്കൂ, ശ്രീ AK രാജ് പറയുകയാണ് പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രായോഗികം എന്ന് തോന്നുന്നത് ഇന്റർനെറ്റ് ഉപയോഗം ആണ് എന്നുള്ളത്. പ്രധാനമന്ത്രിക്ക് പാർലമെന്റിനെ വരുന്നതിനേക്കാൾ എളുപ്പം ഇൻസ്റ്റഗ്രാം വീഡിയോ ഇടുന്നതാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ചോയ്സ് അതാണ് എന്ന് കരുതി സമാധാനിക്കണോ നമ്മൾ? എനിക്ക് വളരെ രസകരമായി തോന്നി അനുരാജിന്റെ വാദഗതികൾ. ഒരു ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, വെൻ ഫാക്ട്സ് ഫെയിൽ ഫിക്ഷൻ ബിക്കംസ് യുവർ റെഫ്യൂജ്. വസ്തുതകൾ ഇല്ലാതാകുമ്പോൾ ഭാവനകളിൽ നിങ്ങൾ അഭയം തേടുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ അനുരാജ് നടത്തിയത്. എൻ്റെ അനുരാജ്, നമ്മുടെ ഭരണഘടനയിലെ നെടുന്തൂണുകൾ എന്താണ്? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, നാലാമത്തെ നെടുന്തൂണെന്ന് പറഞ്ഞ മീഡിയ. ഇത് തമ്മിലുള്ള നൈരന്തര്യമല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്? നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോയിക്കോളുന്നു. പക്ഷെ നിങ്ങൾ പ്രധാനമന്ത്രിയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നിങ്ങൾ കാണിക്കേണ്ട ഔദാര്യമല്ല, പാർലമെന്റിനോട് വിധേയപ്പെടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പാർലമെന്റിനോട് വിധേയപ്പെടുന്ന പോലെ തന്നെയാണ് നമ്മുടെ അനൗദ്യോഗിക നെടുന്തൂണായ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നല്ലത്. ഇനി താങ്കൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അത് താങ്കളിങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത്. അതായത് ഒരു നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കേസിനെ പിടിച്ച് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ്ശ്രമമാണ്. ഏത് അന്തർദേശീയ അന്താരാഷ്ട്ര നേതാവാണ് അനുരാജ് മാധ്യമപ്രവർത്തകരെ കാണാത്തത്? ഇപ്പോൾ പ്രധാനമന്ത്രി മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എത്ര അസുഖകരമായ ചോദ്യങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. അദ്ദേഹം പത്രക്കാരെ കാണുന്നില്ലേ? ആരാണ് കാണാത്തത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ദയവ് ചെയ്ത് ഒരു ജനാധിപത്യം നമ്മൾ വിഭാവനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഏത് നേതാവാണ്? പിന്നെ താങ്കൾ മൻമോഹൻ സിംഗിനെയൊക്കെ പറഞ്ഞു. എൻ്റെ അനുരാജെ, നിങ്ങളുടെ പാർട്ടിക്കാർ പണ്ട് ഇൻക്ലൂഡിങ് നരേന്ദ്രമോദി ആ മൻമോഹൻ സിംഗിനെ അദ്ദേഹം വേണ്ടത്ര സംസാരിക്കുന്നില്ല എന്ന് ആക്ഷേപിക്കാൻ വേണ്ടി മൗൻമോഹൻ സിംഗ് എന്നാണ് നിങ്ങൾ വിളിച്ചിരുന്നത്. ആ മൗൻമോഹൻ സിംഗ് പാർലമെന്റിൽ നൽകിയ ഉത്തരങ്ങളെക്കാൾ എത്രയോ കുറവ് ഉത്തരമാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നൽകിയത്. ആ മൗൻമോഹൻ സിംഗ് നടത്തിയ പത്രസമ്മേളനങ്ങളെക്കാൾ എത്രയോ കുറവാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നൽകിയത്. കുറവല്ല, ഇല്ലാത്തത്. പിന്നെ താങ്കൾ പറഞ്ഞു അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന്. ഞാനൊരു അഭിമുഖത്തിൻ്റെ കാര്യം പറയാം. ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയില്ല. ചോദ്യങ്ങൾ നേരത്തെ എഴുതി കൊടുത്തു, ക്യാമറ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുത്തു, എന്തായിരിക്കണം ഔട്ട് വരേണ്ടതെന്നുള്ളത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഇതാണോ മിസ്റ്റർ അനുരാജ് ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരി നൽകുന്ന അഭിമുഖം? ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത അഭിമുഖങ്ങൾ എന്ന് പറയുന്നത് അത് അഭിമുഖമാവുമോ? അത് അഭിമുഖമല്ല, അതൊരു തിരക്കഥയുടെ അടിസ്ഥാനപ്പെടുത്തിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഉള്ളടക്കമാണ്. ഇപ്പോൾ നമ്മുടെ നടൻ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് മാങ്ങ ചീന്താൻ അറിയുമോ, മാങ്ങാപ്പഴത്തിൻ്റെ തോല് ചെത്താൻ അറിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളല്ലേ? അതാണോ ഇന്ത്യ ആഗ്രഹിക്കുന്നത്? പിന്നെ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യമുണ്ട്. ഗ്രാമീണ മേഖലയിലെ ഗ്രാമീണ ആൾക്കാരുള്ളത് കൊണ്ടാണ് അദ്ദേഹം, എൻ്റെ പൊന്നു അനുരാജ്, നിങ്ങൾ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ജെൻസി അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജെൻസിയാണ് അനുരാജെ കാണുന്നത്? ഡൽഹിയിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 2 തവണ നിങ്ങൾ പ്രധാനമന്ത്രി അവതരിച്ചു. ഇന്റർനെറ്റ് ഷട്ട് ഡൗണാണ്. അപ്പം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള യുക്തി വേണ്ടേ? അപ്പം നിങ്ങൾക്ക് വല്ലാത്തൊരു യുക്തിരാഹിത്യം സംഭവിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഒറ്റ കാര്യവും താങ്കൾ ചെയ്യേണ്ടതുള്ളൂ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിർവഹിക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരരുത്. അദ്ദേഹം ഒരു സ്വകാര്യ പൗരനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം വേണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെലിപ്രോംപ്റ്റർ വെച്ചിട്ട് വേണം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നടത്തിക്കോട്ടെ. അദ്ദേഹം പാർലമെന്റിൽ വരണ്ട, അദ്ദേഹം പത്രക്കാരെ കാണേണ്ട കാര്യമില്ല,
അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്നത് പ്രതിപക്ഷം എങ്ങനെയാണ് അതിനോട് സഹകരിക്കുക? ഈ നീറ്റ് ക്രമക്കേടിന് വിരുദ്ധമായ ക്രമക്കേട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രതിപക്ഷം തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭാഷ്യം എന്ന് പറയുന്നത്. ഈ പോലീസ് അതിക്രമങ്ങളും പ്രതിപക്ഷ നേതാവിനെതിരെ എടുത്ത പോലീസ് കേസും അടക്കം ചർച്ച ചെയ്യാതെ അതിന് വേദി ഒരുക്കാതെ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ? അതായത് ഇപ്പോൾ ഈ പാർലമെന്റിൽ ഗവൺമെന്റ് ഒരു ബിസിനസ്സിന് ശ്രമിക്കുകയും പ്രതിപക്ഷത്തിന്റെ ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത് ഈ കഴിഞ്ഞ 12-13 വർഷമായിട്ടുള്ള സംഭവം എന്നല്ലല്ലോ, നേരത്തെ ഉണ്ട്. പ്രതിപക്ഷം അങ്ങനെ ശ്രമിക്കാറുണ്ട്, ഭരണപക്ഷത്തിന്റെ രീതിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ ബഹളത്തിനിടയിൽ ബില്ല് ചർച്ച ചെയ്യുന്നതും ബില്ല് പാസ്സാക്കുന്നതായിട്ടുള്ള സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പാർലമെന്ററി സംവിധാനത്തിൽ എംപിമാർ ചെയ്യേണ്ടത് കൺസ്ട്രക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എംപിമാർക്കും അല്ലെങ്കിൽ നമ്മുടെ MLA-മാർക്കൊക്കെ ആ പതിവൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന് ഉത്തരവാദിത്വം മാത്രം BJP മാത്രമൊന്നുമല്ല, എല്ലാ പാർട്ടികൾക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുള്ള വിഷയമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ എന്താ പറയുക, കൂടുതൽ നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ വഴിയിൽ ഉണ്ടായിട്ട് ഉയർന്നിട്ടുള്ള വിമർശനങ്ങളെല്ലാം ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളും. അതിനപ്പുറത്തേക്ക് ഈ നെഗറ്റീവായിട്ട് വിമർശിക്കുന്നതും ഒക്കെ തള്ളും. പിന്നെ ഇപ്പം പലരും ഉദ്ദേശിക്കുന്നത് അതായത് 2024 പാസാക്കിയ ബില്ലിൽ 10 വർഷം എന്നത് ആഡ് ചെയ്തുകൊണ്ട് ഒരു ബില്ല് ഉണ്ടാക്കിയിരിക്കുന്നു. അത് 10 മണിക്കൂർ ചർച്ച ചെയ്യാമെന്ന് തീരുമാനമെടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബില്ലാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്ന് പറയുന്നത് ഒരു കാര്യം. ഇനി ആ ബില്ല് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ ബിസിനസ് മാത്രം നടക്കാനുള്ള ഒരിടമല്ലല്ലോ. ആ ബില്ലിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപേ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ ഇവിടുത്തെ പോലീസ് അതിക്രമവും അതുപോലെ ഈ പ്രൊട്ടസ്റ്റും അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നെ ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നുള്ളത്. അതൊന്നും പറ്റില്ല, ഞങ്ങൾ അതിനുശേഷം തട്ടിക്കൂട്ടി ഒരു ബില്ല് ചർച്ച ചെയ്ത് കളയാം എന്ന് വിചാരിക്കാമോ? എന്റെ മാധു അവരുടെ കൂടെ ചേർന്ന് പറയുന്നത് കേട്ടാ തോന്നുന്നത് ഇപ്പൊ ഇവരാണ് ഇപ്പൊ ഭൂരിപക്ഷം, സർക്കാർ ന്യൂനപക്ഷമാണെന്നാണ്. നമ്മൾ ഈ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിന് ഒരു വിലയില്ലേ? ഭൂരിപക്ഷം ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടാണ് BJP ഭരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പാർലമെന്റിലും BJPക്കാണ് ഭൂരിപക്ഷം. അപ്പൊ അതുകൊണ്ട് BJPയുടെ രീതി അനുസരിച്ചിട്ടേ പ്രവർത്തിക്കുള്ളൂ. ഈ ന്യൂനപക്ഷം പറയുന്ന എന്താ അംഗസംഖ്യ കുറഞ്ഞ പ്രതിപക്ഷം പറയുന്നതിനനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കുമെന്ന് വിചാരിക്കേണ്ട. ഇപ്പൊ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പോകുക എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യ സംവിധാനം എന്താന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് മാത്രമേ അറിയൂ എന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നുമല്ല, ഭരണ സംവിധാനത്തിന് അറിയാം, BJPക്കും അറിയാം. അപ്പൊ ആ രീതിയിൽ ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകും. ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകും. മോദി സർക്കാരിന് എന്തിനു എതിർക്കുക എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു കഴിക്കണ്ട. ആ വെള്ളം താഴെ വാങ്ങി ഭൂരിപക്ഷം കൊടുക്കുന്ന അല്ലാതെ പ്രതിപക്ഷത്തെ ജനങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണ് എന്റെ വഴി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇതിന്റെ നേതൃത്വത്തിലുള്ളത്. ജനങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടുന്നതുകൊണ്ടാണ് ചിലപ്പോൾ പാർലമെന്റിലൊക്കെ പങ്കെടുക്കാൻ പറ്റാൻ സാധിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ വിദേശത്താണെങ്കിൽ വിദേശ രാജ്യങ്ങളിലും പോയിട്ട് വലിയ രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളും. വിമർശനങ്ങൾ വിമർശിക്കാവുന്നതാണ്, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കണം. ആ വിമർശനങ്ങളിലൂടെ മാത്രമേ വളരാൻ സാധിക്കുള്ളൂ. ആ വളരാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടൊക്കെ കഴിഞ്ഞ 12 വർഷം പല വിമർശനങ്ങളുണ്ടല്ലോ. ഇപ്പം പുതിയ വിമർശനങ്ങൾ വരുന്നില്ലേ? വിമർശനങ്ങൾ വരട്ടെ. സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്ന വിമർശനങ്ങൾ വരുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൂടിയാണ്. അപ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ അതിലെ ശരി തെറ്റുകൾ പരിശോധിച്ചിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. Debate with Madhu Saji.